ആഗോള തെമ്മാടി രാഷ്ട്രമെന്ന ഖ്യാതി ഓരോ നിമിഷവും ഊട്ടിയുറപ്പിക്കുകയാണ് അമേരിക്ക. മനുഷ്യസ്നേഹികളായ ഒരുപാട് ഭരണാധികാരികൾ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രം എങ്ങനെ ഈ ഗതിയിൽ ആയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ. അതിന് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള കച്ചവടത്തിൽ പോലും നേരും നെറിവും കാണിക്കാത്ത കച്ചവടക്കാരനെ ഭരണം ഏൽപ്പിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ അളിയനെ വിരുന്നിന് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെയാണ് വെനസ്വേലയിൽ കയറി മഡൂറോയെ ട്രംപ് പിടിച്ചുകൊണ്ടുപോയത്. ആ തന്ത്രം പശ്ചിമേഷ്യയിലും പയറ്റാമെന്ന വ്യാമോഹത്തോടെയാണ് ഇറാനെതിരെ ട്രംപ് കളിക്കിറങ്ങിയത്. എന്നാൽ അവിടെ ട്രംപിന് തെറ്റിപ്പോയി. ശക്തവും കെട്ടുറപ്പുള്ളതുമായ ഒരു ഭരണ സംവിധാനവും അവരെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഭരണാധികാരിയും സ്വന്തം മണ്ണിനായി ജീവൻ പോലും കളയാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിലേക്കാണ് ട്രംപ് കളിയുമായി ചെന്നത്. പക്ഷേ ഇക്കുറി ട്രംപിന് തെറ്റുകയാണ് ചെയ്തത്. നൂറ്റാണ്ടുകളുടെ പോരാട്ടവീര്യം മനസ്സിൽ സൂക്ഷിക്കുകയും ചരിത്രം ഉറങ്ങുന്ന ഒരു സംസ്കാരം അതേപടി പിന്തുടരുകയും ചെയ്യുന്ന ജനങ്ങളെ ശരിക്ക് ട്രംപ് മനസ്സിലാക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രനാളും ഇപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞിരുന്ന ട്രംപിന് രായ്ക്ക് രാമാനം സൈനികരെയും വിളിച്ചുകൊണ്ട് മുങ്ങേണ്ടി വന്നത്. അന്ന് നാടുവിട്ടതാണ് ഉറ്റ ചങ്ങാതിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സകുടുംബം മുങ്ങിയ അദ്ദേഹം എവിടെയെന്ന് ഇസ്രായേലിന് പോലും ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. അതിനിടെയാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ തീർക്കുമെന്ന് ട്രംപ് വീമ്പ് പറയുന്നത്. ഇവിടെയും ട്രംപിന് പിഴച്ചിരിക്കുകയാണ്. ആദ്യം തീരാൻ പോകുന്നത് ട്രംപ് ആണെന്ന് ഇറാൻ ശക്തമായ ഭാഷയിലാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. ലോകത്ത് ഒരു രാജ്യവും നടത്താത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇറാൻ മുഴക്കിയിരിക്കുന്നത്. അതായത് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ വധിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത്. 2004 പെൻസിൽവാനിയയിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പ്രകോപനപരമായ ചിത്രം സംപ്രേഷണം ചെയ്തുകൊണ്ട് ഇത്തവണ ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടിവി അമേരിക്കൻ പ്രസിഡന്റിന് നേരെ നേരിട്ട് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കൻ ഉന്നതരെയും ഞെട്ടിച്ച പ്രകോപനവും കൂടിയാണിത്. ഇറാനിലെ പ്രതിഷേധക്കാരെ കൊല്ലുന്നത് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് മുൻപ് നടന്ന ട്രംപിനെതിരായ വധശ്രമത്തിൻ്റെ ചിത്രങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്തത്. അവിടെ അദ്ദേഹം വെടിയുണ്ട തട്ടിമാറ്റി അത് അദ്ദേഹത്തിൻ്റെ ചെവിക്ക് തൊട്ടു സമീപം കടന്നുപോയതും എന്നാൽ തങ്ങൾ ഉന്നം വെച്ചാൽ തെറ്റില്ലെന്ന് തന്നെയാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇറാൻ്റെ ഈ ഔദ്യോഗിക വാർത്താ ചാനലിൻ്റെ ദൃശ്യങ്ങളിൽ രക്തം ചിതയുന്ന ട്രംപിൻ്റെ ചെവിക്ക് സമീപം സുരക്ഷാ ഏജന്റുമാർ വലയം ചെയ്തിരിക്കുന്ന ഫോട്ടോയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഒപ്പമാണ് ഇത്തവണ അത് ലക്ഷ്യം തെറ്റില്ല എന്ന് പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു ഭയാനകരമായ മുന്നറിയിപ്പുള്ളത്. ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്ന ഞെട്ടിക്കുന്ന സന്ദേശം ഇറാൻ ഔദ്യോഗിക ടിവിയിൽ സംപ്രേഷണം ചെയ്തതിന് ശേഷമാണ് ഇറാന് എതിരായി കഴിഞ്ഞ ദിവസം രാത്രി നടത്താൻ നിശ്ചയിച്ച ആക്രമണത്തിൽ നിന്നും താൽക്കാലികമായാണെങ്കിൽ പോലും അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നത്. ഇറാന് എതിരായ ഏതൊരു സൈനിക നടപടിയും അമേരിക്കയും സഖ്യകക്ഷികൾക്കും വൻ തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവും ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന സൈനിക ശക്തിയായ ഇറാനെ ആര് ആക്രമിച്ചാലും പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യ അവരുടെ തന്ത്രപ്രധാന ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇറാന് കൈമാറി തുടങ്ങിയതും അമേരിക്കയെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഇൻ്റലിജൻസ് വിവരങ്ങളും ടെക്നോളജിയും ഇറാന് ലഭ്യമാക്കുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ഇറാനെ പ്രാപ്തരാക്കുന്നതാണ്. അതായത് ഇറാൻ്റെ മിസൈൽ കരുത്തും റഷ്യൻ സംവിധാനവും ഒത്തുചേർന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഏറ്റുവാങ്ങേണ്ടി വരിക എന്നതാണ് യാഥാർത്ഥ്യം. ഇത് വൈകിയാണെങ്കിലും അമേരിക്കൻ ഉന്നതരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഖത്തറിനും സൗദി അറേബ്യയ്ക്കും ഉൾപ്പെടെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ തങ്ങളുടെ മണ്ണ് ഇറാന് എതിരായ ആക്രമണത്തിന് ഉപയോഗിക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയ ഘടകമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും സ്പോൺസർ ചെയ്യുന്ന കലാപമാണ് ഇറാനിൽ നടക്കുന്നതെന്ന ബോധ്യം ഇറാൻ ഭരണകൂടത്തിന് മാത്രമല്ല ഇപ്പോൾ ഇറാൻ ജനതയ്ക്കും കൈവന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് കലാപകാരികളെ എതിർത്തും അയത്തുള്ള അലി ഖൊമേനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവിനെ പിന്തുണച്ചും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. 1989, 93, 2001, 2009, 2017, 2021 കാലഘട്ടങ്ങളിലെ അമേരിക്കൻ പ്രസിഡന്റുമാർ വിചാരിച്ചിട്ട് നടക്കാത്ത അട്ടിമറി ഈ 2026 ഇറാനിൽ നടത്തിക്കളയാമെന്ന് ഡൊണാൾഡ് ട്രംപ് കരുതിയത് തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ തകരാറിലായതിനാലാണ് എന്നാണ് ഇറാൻ്റെ ആരോപണം. സ്വന്തം രാജ്യത്തിനായി ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്ന ആ ജനങ്ങൾക്കിടയിലേക്ക് അമേരിക്ക എത്ര സൈനികരെ ഇറക്കിയിട്ടും കാര്യമുണ്ടാകില്ല. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറുന്നതിന് കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ പ്രക്ഷോഭകാരികളെ വധിക്കില്ലെന്ന് ഉറപ്പു നൽകി എന്നതാണ്.
ഇതിൽ പരം ഒരു ഗതികേട് ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ഉണ്ടായിട്ടുണ്ടാകുകയില്ല. ട്രംപിനെ അറിയിച്ചിട്ടാണോ ഇറാൻ ആ രാജ്യത്തെ രാജ്യദ്രോഹികളെ വധിക്കുക എന്ന സ്വാഭാവികമായ ചോദ്യവും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. ഇറാന്റെ പരമാധികാരത്തെ ആരുടെ മുന്നിലും പണയം വയ്ക്കില്ലെന്ന ഉറച്ച നിലപാടുള്ള ഒരു ഭരണകൂടമാണ് ഇറാനെ ഇപ്പോൾ നയിക്കുന്നത്. ട്രംപിന്റെ വാദങ്ങൾക്ക് ഒരടിസ്ഥാനവും ഇല്ലെന്നതിൻ്റെ നേർചിത്രമാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇറാനെ ആക്രമിച്ചാൽ ട്രംപിനെ തന്നെ കൊല്ലുമെന്ന് പറയാനുള്ള ധൈര്യം ഇറാൻ ഉണ്ടെങ്കിൽ അവരുടെ ശേഷി ലോകം കണ്ടതിലും അപ്പുറമാണ് എന്നതും വ്യക്തമാണ്. മറ്റു രാജ്യങ്ങളിൽ കയറി അധിനിവേശം നടത്തിയ പോലെയോ വെനസ്വേല പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന പോലെയോ എളുപ്പത്തിൽ ഇറാനെ വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലാണ് പിഴച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിക്കണമെന്നാണ് ഇറാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രമാത്രം അമേരിക്കയ്ക്ക് എതിരായ ലോകരാജ്യങ്ങളുടെ വികാരം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇറാനിൽ അമേരിക്കൻ സ്പോൺസർഡ് പ്രക്ഷോഭം നടക്കുന്നതിനാൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്താനും അമേരിക്കയ്ക്ക് സാധ്യമല്ല. ഇതോടെ ഇറാൻ ഭരണകൂടത്തിനാണ് കാര്യങ്ങൾ എളുപ്പമാകുക. മുന്നും പിന്നും നോക്കാതെ ഇറാൻ സൈന്യത്തിന് അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിനുമെതിരെ മിസൈൽ വർഷിക്കാനും ഈ അവസരം ഗുണം ചെയ്യുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. 6 മാസം മുമ്പ് നടന്ന ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിന് ശേഷം വലിയ തോതിലുള്ള ആയുധ സംഭരണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ വലിയ യുദ്ധത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. എടുത്തു പ്രയോഗിക്കാൻ അവസരം കിട്ടിയാൽ ഇറാൻ സൈന്യം അതൊരിക്കലും പാഴാക്കുകയുമില്ല. യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടാലും ഇല്ലെങ്കിലും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ആയുധങ്ങൾ യഥേഷ്ടം നൽകി ഇറാനെ സഹായിക്കുമെന്നതും ഉറപ്പാണ്. സ്വന്തം സൈനിക സഖ്യമായ നാറ്റോയിൽ ഉൾപ്പെട്ട രാജ്യത്തിന് പോലും അധിനിവേശം നടത്താൻ തുനിഞ്ഞിറങ്ങിയ അമേരിക്കയ്ക്ക് ഒരു വഞ്ചക രാജ്യത്തിൻ്റെ പ്രതിച്ഛായയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഏറെ ചർച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഇറാന് ഗുണം ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. നിക്കോളാസ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയി രണ്ടാംകിട ഗുണ്ടകളുടെ സ്വഭാവം കാണിച്ച ട്രംപ് ഭരണകൂടം പിന്നീട് പ്രഖ്യാപിച്ചത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നാണ്. ഇതിനെതിരെ നാറ്റോ സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയനും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടും അമേരിക്ക പിന്മാറിയിട്ടില്ല. ഇതിനിടെയാണ് ഇപ്പോൾ അവർ ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഇറാനെതിരെ നടപടിയെന്ന് വീരവാദം മുഴക്കിയ ട്രംപിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ 1,00,000 സൈനികരെയും അവരുടെ യുദ്ധക്കപ്പലുകളെയും കത്തിച്ചു കളയുമെന്ന് മാത്രമല്ല, സാക്ഷാൽ ട്രംപിനെ തന്നെ വധിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനപ്പുറം വലിയ ഒരു ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപിനും കുടുംബത്തിനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ തന്നെയുണ്ട്. ഇതും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തകർക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടു പോകുന്ന ട്രംപിൻ്റെ യഥാർത്ഥ ഭയം ഇറാൻ എന്ന ഉറച്ച ഭരണാധികാരിയുള്ള ഒരൊറ്റ രാഷ്ട്രത്തെ പേടിച്ചുകൊണ്ട് മാത്രമായിരിക്കാം.